ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഗാർഡീനിയ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ ഗാർഡീനിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഈ ചെടി എന്ന് വെച്ചാൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു ഗന്ധരാജൻ എന്ന് പറഞ്ഞ വെള്ള നിറത്തിലുള്ളൊരു പൂവുണ്ട്. ആ പൂവിൻ്റെ ഫാമിലിയിൽപ്പെട്ട ചെടിയാണ്. തണ്ടിന് വളരെ നീളം ഉണ്ട്, വളരെ എന്താ പറയുക, കാണാനും നല്ല മനോഹരം, നല്ല മണവുമാണ്. ഇത് ആദ്യം ഉണ്ടാകുമ്പോൾ ഒരു വെള്ള നിറത്തിലാണ് വരുന്നത്. അത് ഗ്രാജുവലി 2-3 ദിവസം കൊണ്ട് ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തണ്ടിന് ഭയങ്കര നീളമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പൂ ഉണ്ടാകുമ്പോൾ ഈ ഇല കാണാത്ത വീട്ടിൽ നിറഞ്ഞ് പൂ ഉണ്ടാവുകയും ചെയ്യും. അടുത്ത ആ ഏരിയയിൽ മുഴുവനും നല്ല സുഗന്ധമായിരിക്കുകയും ചെയ്യും. ഈ ചെടിയൊന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ കാണുന്ന ഈ ഈ പൂവ് 2-3 ദിവസം ആയതാണ്. അപ്പോൾ ഡാർക്ക് യെല്ലോ കളറായി മാറിയിട്ടുണ്ട്. ഇതിൽ വലതുവശത്തേക്ക് വരുമ്പോഴേക്കും കാണിക്കുന്നത് അത് ഉണ്ടായി വരുമ്പം അധികം മഞ്ഞ നിറം അല്ലാതാണ് ഉണ്ടാകുന്നത്. അത് 2 ദിവസം എത്തുമ്പോഴാണ് ഇതുപോലെ ഡാർക്ക് യെല്ലോ ആയിട്ട് മാറുന്നത്. രണ്ടാമതായി കാണിക്കുന്നത് ഡാൻസിംഗ് ഗേൾ എന്ന് പറയുന്ന ഒരു ഓർക്കിഡാണ്. ഇത് ഓൺസീരിയം വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഇത് ഇഷ്ടംപോലെ നമുക്ക് ഇതിൻ്റെ ഓരോ ബൾബ് പോലെയാണ് ഇരിക്കുന്നത്. ആ ഭാഗം നമുക്ക് വെച്ച് ഇഷ്ടം പോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്ന ചെടിയാണിത്. ഞാൻ ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു PVC പൈപ്പിലാണ്. അതിൽ 2 തരത്തിലുള്ള ഓർക്കിഡാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് ഒരു വെള്ള നിറത്തിലുള്ള പൂവുണ്ടാകുന്നതും, ഒന്ന് ഈ ഒൻസിഡിയവും ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു പൂവാണിത്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ചെമ്പകത്തിൻ്റെ വെറൈറ്റിയാണ്. ഈ ചെമ്പകം എന്ന് പറയുന്ന സാധാരണ മെറൂൺ നിറത്തിലുള്ള ഫുൾ മെറൂൺ ആയിട്ടുള്ള പൂവിന് പകരം ഈ ചെമ്പകത്തിൻ്റെ മെറൂൺ പൂവാണെങ്കിൽ നടുക്കൊരു മഞ്ഞയുടെ ഷെയ്ഡ് കൂടെ ഉണ്ട്. പിന്നെ പൂവ് മറ്റേ മെറൂൺ പൂവാണെങ്കിൽ ഇച്ചിരി നീളം ടൈപ്പായിരിക്കും. ഇത് ഇച്ചിരി റൗണ്ട് ഷേപ്പിലുള്ള ഇതളുകളാണ് ഇതിനുള്ളത്. ഇത് കാണാൻ വളരെ മനോഹരമാണ്. നല്ല പൂത്ത് കഴിഞ്ഞാൽ ആ ഏരിയ തന്നെ നല്ലൊരു സുഗന്ധമായിരിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു വെള്ള ചെമ്പകത്തിൻ്റെ വെറൈറ്റിയാണ്. ഇത് സാധാരണ ചെമ്പകത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിൻ്റെ ഇതളുകൾ വളരെ ലീനായിട്ടുള്ളതാണ്. ഇതും മറ്റുള്ള ചെമ്പകത്തിനേക്കാട്ടിലൊക്കെ വളരെ എന്താ പറയണേ, നല്ല സുഗന്ധമുള്ള ഒരു ചെടിയാണിത്. ഇത് ഉണ്ടാകുമ്പോൾ നിറച്ചുണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ പക്ഷേ ഈ തണ്ടിനധികം കനമില്ല. ഇതിപ്പോൾ അധികം നിവർന്ന് നിൽക്കാതെ ചാഞ്ഞ് വളരുന്ന ഒരു പ്രകൃതമാണിത്. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്, നല്ല മണവും. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു നന്ദിയാർവട്ടത്തിൻ്റെ വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത തന്നെയാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കാരണം ഈ പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ
നീളമുള്ളതിന് പകരം റൗണ്ട് ഷേപ്പാണ്. ഇത് നല്ല സുഗന്ധവുമാണ്. ഈ ചെടി മുഴുവനും പൂവുണ്ടാവുകയും ചെയ്യും. അതാണ് എല്ലാ സീസണിലും എപ്പോഴും പൂവുണ്ടായിരിക്കുകയും ചെയ്യും. നല്ലൊരു ചെടി. അതിൻ്റെ ഇതളിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കാണിക്കുന്നത് ബ്രൈഡൽ ബൊക്കെയാണ്. ഇത് ഞാനൊരു ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓവറായിട്ട് വളരുന്നില്ല. വെളിയിൽ നിർത്തുവാണെങ്കിൽ ഇത് നല്ല ഇട്ട് വളർന്ന് ഇഷ്ടം പോലെ പൂവുണ്ടാവും. ഇങ്ങനെ വെച്ചാലും കാണാൻ ഭംഗിയാണ്. ഒരു കമ്പ് നാട്ടി കൊടുത്താൽ മതി, ഇഷ്ടം പോലെ പൂവുണ്ടാവും. ഇതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, പൂവുണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ പൂവുണ്ടായി കഴിഞ്ഞ ഭാഗങ്ങൾ നമ്മൾ മുറിച്ച് വിടുകയാണെങ്കിൽ പുതിയ ശാഖകളുണ്ടായി ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. അതാണ് കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4 മുട്ടുള്ള ഒരു തണ്ടെടുത്തിട്ട് ആ മുട്ട് ഉൾപ്പെടെ നമ്മൾ മണ്ണിൽ കുത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഹലോ ഗൈസ്, എന്നപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ തന്ന ഒരു സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ബൈ ഗൈസ്.